ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ റമദാനൊക്കെ ആയില്ലേ, നമുക്ക് വീടൊന്ന് വൃത്തിയാക്കിയാലോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ അടുക്കളയിൽ നിന്ന് തുടങ്ങിയാണ് കേട്ടോ. അപ്പോൾ 2 ദിവസം മുന്നേ വൃത്തിയാക്കിയിട്ടതാണ്, എന്നാലും റമദാനൊക്കെ എടുക്കുമ്പോൾ നമുക്ക് വീണ്ടും വൃത്തിയാക്കണമല്ലോ. അങ്ങനെ എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് തുടയ്ക്കണേക്കേ ഉള്ളൂ. ബാക്കി അങ്ങനെ അടുക്കളയൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ ഞാൻ റൂമിലോട്ട് കയറി കേട്ടോ. റൂമിൽ വേറെ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ കർട്ടനും ജനലൊക്കെ തുറന്നിട്ട് കർട്ടനൊക്കെ എല്ലാം കഴുകാനൊക്കെ ഇട്ട്, നമുക്ക് വീട് റോഡ് സൈഡ് ആയതുകൊണ്ട് നല്ല പൊടിയുണ്ടായിരുന്നു കേട്ടോ. വിചാരിക്കും പോലെയല്ല, ഭയങ്കര പൊടിയായിരുന്നു. എപ്പോഴും തൂക്കുകയും തുടയ്ക്കുകയൊക്കെ ചെയ്യുന്നത് തന്നെയാണെങ്കിലും എന്നാലും നല്ല പൊടിയുണ്ട്. അപ്പോൾ അതെല്ലാം തൂത്ത് തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. അപ്പോൾ ഇതാ എല്ലാ റൂമിലെ ജനലിലും കർട്ടനുകളെല്ലാം എടുത്തിട്ടുണ്ട്. എല്ലാ ജനലും തുറന്നൊക്കെ ഇട്ട് ഞാനൊരു ഉച്ച സമയമൊക്കെ ആയപ്പോഴാണ് കേട്ടോ തുടങ്ങിയത്. ആ സമയമൊക്കെ ആയപ്പോൾ പിന്നെ 3 മണിയായപ്പോൾ മക്കളും വന്നു. പിന്നെ കൊച്ചൊക്കെ ഉണർന്ന് അങ്ങനെ കുഞ്ഞിനെയൊക്കെ ആട്ടുകയും ഉറക്കുകയും ഇതിനിടയിൽ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. പിള്ളേർക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ. അപ്പോൾ എല്ലാ റൂമും തൂത്ത് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ജനലുകളെല്ലാം തുടയ്ക്കുന്നുണ്ട്, നല്ല വൃത്തിയാക്കുന്നുണ്ട് ജനൽ തുടച്ചൊക്കെ. അപ്പോൾ ആ സമയമൊക്കെ ആയപ്പം സന്ധ്യയൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ. എന്നാലും നമ്മൾ തുടങ്ങുന്ന ജോലി ചെയ്ത് തീർക്കണമല്ലോ. പിന്നെ റമദാനും കൂടെ അടുത്ത് പോയാൽ പിന്നെ ഒന്നും ചെയ്യത്തില്ല. അങ്ങനെ എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ തൂത്ത് തുടയ്ക്കുന്നുണ്ട്. പിന്നെ എല്ലാ സോഫയും കാര്യങ്ങളും എല്ലാം മാറ്റിയൊക്കെ ഇട്ട് തുടയ്ക്കുന്നുണ്ട് നന്നായിട്ട്. പിന്നെ സോഫയുടെ ടേബിളും ഡൈനിങ് ടേബിള് അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം തുടച്ച് വൃത്തിയാക്കി. കസേരകളൊക്കെ തുടയ്ക്കുന്നുണ്ട്. കസേരയൊക്കെ രാത്രി ആയതുകൊണ്ട് എനിക്കിങ്ങനെ പുറത്തിട്ടെടുത്തിട്ട് കഴുകാനൊന്നും സമയം കിട്ടില്ല. പിന്നെ വാഷ് ബേസ് അത് എപ്പോഴും ക്ലീനാക്കി ഇടുന്നത് കൊണ്ട് വലിയ അഴുക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ പിന്നെ അതുമൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അതെല്ലാം ചെയ്തതിന് ശേഷം പിന്നെ ബെഡ്ഷീറ്റെല്ലാം മാറ്റി പുതിയ ബെഡ്ഷീറ്റൊക്കെ വിരിക്കുന്നുണ്ട്. ഈ ഒരു ബെഡ്ഷീറ്റ് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയതാണ് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള ബെഡ്ഷീറ്റാണ്, വിലയും കുറവാണ്. നല്ല ബെഡ്ഷീറ്റാണ്. അപ്പോൾ ഇതാ ഞാൻ അതൊക്കെ എടുത്തിട്ട് എപ്പോഴും ഞാൻ അത് എടുത്തിടാറില്ല കേട്ടോ. കുഞ്ഞു മക്കളൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും ചാടി വൃത്തികേടാക്കി ചീത്തയാക്കി ഇടും. അതുകൊണ്ട് പിന്നെ ഞാൻ എപ്പോഴും എടുത്തിടാറില്ല. പിന്നെ റമദാൻ ആയതുകൊണ്ട് വീട് നല്ല വൃത്തിയായിട്ട് ക്ലീനായിട്ട് കിടക്കാൻ വേണ്ടിയൊക്കെ എടുത്തിട്ടതാണ്. അപ്പോൾ ഇതാ നമ്മളെ റൂമിലും കൂടെ ബെഡ്ഷീറ്റുകൾ ഒന്ന് ഇടണം. അപ്പോൾ പൊടി മോൻ ഉണർന്നപ്പോൾ മോളടുത്ത് ഞാൻ ആട്ടിക്കൊടുക്കാൻ പറഞ്ഞ് അങ്ങനെ ആട്ടിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം മാറ്റി ബെഡ്ഷീറ്റ് ഇടാനൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതാ ബെഡ്ഷീറ്റ് വിരിച്ചു. ഈ ബെഡ്ഷീറ്റ് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാ എല്ലാം ഫുള്ള് നീറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച ഉടനെ മക്കൾ വന്ന് ചാടി മറിയുന്നുണ്ട്. പിന്നെ ഞാൻ പൊടി മോനെയും കൂടെയൊക്കെ എടുത്ത് കിടത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.